എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള പണം ബാങ്കിൽ നിക്ഷേപിച്ച് വെക്കുന്നു. ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് പണം നമ്മൾ പിൻവലിക്കുന്നു. അതിന് ബാങ്കിന് വീണ്ടും നമ്മൾ തന്നെ ചാർജ് കൊടുക്കേണ്ടി വരുന്നു. ഇനി SBIയുടെ ചില ഉപഭോക്താക്കൾക്ക് ഈ ചിലവ് കുറച്ച് കൂടുകയാണ്. 2026 ഒക്ടോബർ 1 മുതൽ SBIയുടെ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അഥവാ BSBD അക്കൗണ്ടുകളിലെ ക്യാഷ് വിഡ്രോവൽ നിയമത്തിലാണ് മാറ്റം വരുന്നത്. പുതിയ നിയമമനുസരിച്ച് ഒരു മാസത്തിൽ ആദ്യത്തെ 4 തവണ പണം പിൻവലിക്കുന്നത് സൗജന്യമായിരിക്കും. പക്ഷേ 4 തവണ കഴിഞ്ഞാൽ 5ാമത്തെ വിഡ്രോവൽ മുതൽ ഓരോ ഇടപാടിനും 15 രൂപയും അതിന് പുറമെ GSTയും നൽകേണ്ടി വരും. ഇനി ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നിയമം SBIയുടെ എല്ലാ സേവിങ്സ് ബാങ്ക് ഉടമകൾക്കും ബാധകമാകുന്ന ഒന്നല്ല. പ്രധാനമായും ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളെയാണ് പുതിയ മാറ്റം ബാധിക്കുന്നത്. ഇത്തരം അക്കൗണ്ടുകൾ സാധാരണക്കാർക്ക് അടിസ്ഥാന ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തവയാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം ചെറിയ തോതിലുള്ള ഇടപാടുകൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ്. ഇനി ഈ പുതിയ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു മാസം 2 തവണ ATM വഴി പണം പിൻവലിച്ചു. പിന്നീട് 2 തവണ ഡിജിറ്റൽ ചാനൽ വഴിയും ക്യാഷ് വിഡ്രോവൽ നടത്തി. അങ്ങനെ നിങ്ങളുടെ 4 സൗജന്യ ഇടപാടുകളും തീർന്നു. ഇനി 5ാമത്തെ തവണ പണം പിൻവലിക്കുമ്പോൾ 15 രൂപ പ്ലസ് GST, അത് ATM ആയാലും ബാധകമായ മറ്റൊരു വിഡ്രോവൽ ചാനൽ ആയാലും സൗജന്യ പരിധി കഴിഞ്ഞാൽ ചാർജ് വരും. ഇവിടെയാണ് പുതിയ മാറ്റത്തിൻ്റെ പ്രധാന വ്യത്യാസം. മുൻപ് ഈ ഡിജിറ്റൽ സംവിധാനത്തിലൂടെയുള്ള ചില ക്യാഷ് വിഡ്രോവൽ ഇടപാടുകൾ ഈ പ്രതിമാസ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഒക്ടോബർ 1 മുതൽ ഡിജിറ്റൽ വിഡ്രോവൽ ഇടപാടുകളും ഈ 4 സൗജന്യ ഇടപാടുകളുടെ കണക്കിൽ ഉൾപ്പെടുത്തുകയാണ് SBI. അതായത് ATMൽ പോയി പണമെടുത്താലും ഡിജിറ്റൽ ചാനൽ ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോവൽ നടത്തിയാലും നിങ്ങളുടെ ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റ് കണക്കാക്കുമ്പോൾ അത് ഇനി പ്രത്യേകമായി കാണില്ല. 4 എണ്ണം കഴിഞ്ഞാൽ അടുത്ത വിഡ്രോവലിന് ചാർജ്. നമ്മൾ ബാങ്കിൽ പണം സൂക്ഷിക്കുന്നു, പണം എടുക്കുമ്പോൾ ചാർജ്, കൂടുതൽ തവണ എടുക്കുമ്പോൾ കൂടുതൽ ചാർജ്, ഡിജിറ്റൽ ബാങ്കിംഗ് ഉപയോഗിച്ചാലും ചാർജ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പണം എവിടെയൊക്കെ സഞ്ചരിക്കുന്നു എന്നതുപോലെ തന്നെ ആ പണം എത്ര തവണ സഞ്ചരിക്കുന്നു എന്നതും ബാങ്കിന് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇതിൻ്റെ മറുവശവും കാണണം. ബാങ്കുകൾക്ക് ATM പരിപാലനം, ക്യാഷ് ഹാൻഡ്ലിംഗ്, ബ്രാഞ്ച് ഓപ്പറേഷൻസ് തുടങ്ങിയവയ്ക്ക് ചെലവുകളുണ്ട്. ഡിജിറ്റൽ ബാങ്കിംഗ് കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഉപഭോക്താക്കളെ മാറ്റുന്നതും ഇത്തരം ചാർജ് സ്ട്രക്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കാം. പക്ഷേ ഇവിടെ ചോദിക്കേണ്ട ചോദ്യം മറ്റൊന്നാണ്. ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തന്നെ സാധാരണക്കാരന് അടിസ്ഥാന ബാങ്കിംഗ് സേവനം എളുപ്പത്തിൽ ലഭ്യമാക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ അതിൽ ക്യാഷ് വിഡ്രോവൽ പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വീണ്ടും ചാർജ് ഏർപ്പെടുത്തുന്നത് എത്രത്തോളം സാധാരണക്കാരന് സൗഹൃദപരമാണ്? പ്രത്യേകിച്ച് ക്യാഷ് ഇടപാടുകളെ ഇപ്പോഴും ആശ്രയിക്കുന്ന ആളുകൾക്ക് ഈ മാറ്റം ചെറിയ കാര്യമല്ല. അതേസമയം ഒരു കാര്യം കൂടി വ്യക്തമാക്കാം. ഇത് UPI ഇടപാടുകൾക്ക് ചാർജ് വരുന്നു എന്ന വാർത്തയല്ല. കടയിൽ UPI വഴി പണം കൊടുക്കുന്നതിന് ഈ വാർത്തയിലെ 15 രൂപ ചാർജ് ബാധകമാകുമെന്ന് കരുതേണ്ടതില്ല. ഇത് പ്രധാനമായും BSBD അക്കൗണ്ടുകളിലെ ക്യാഷ് വിഡ്രോവൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട മാറ്റമാണ്. അതുകൊണ്ട് SBI ഉപഭോക്താക്കൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം അക്കൗണ്ട് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് പരിശോധിക്കുകയാണ്. നിങ്ങളുടേത് ഒരു സാധാരണ സേവിങ്സ് ബാങ്ക് ആണോ, അതോ സാലറി അക്കൗണ്ട് ആണോ, അതോ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണോ? ഇത് മനസ്സിലാക്കിയതിന് ശേഷമേ ഈ പുതിയ നിയമം നിങ്ങൾക്ക് നേരിട്ട് ബാധകമാകൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ബാങ്കിംഗ് എന്നത് പണം സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ATM ചാർജ് മുതൽ SMS ചാർജ് വരെ, മിനിമം ബാലൻസ് മുതൽ ട്രാൻസാക്ഷൻ ചാർജ് വരെ നമ്മുടെ അക്കൗണ്ടിലെ പണത്തിന് ചുറ്റും ചെറിയ ചെറിയ ഫീസുകളുടെ ഒരു വലിയ ലോകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ അതിൻ്റെ സുരക്ഷയ്ക്ക് ബാങ്കിന് തന്നെ നമ്മൾ പണം കൊടുക്കേണ്ടി വരുന്നു. പണം പിൻവലിച്ചാൽ ചിലപ്പോൾ വീണ്ടും ചാർജ് കൊടുക്കേണ്ടി വരുന്നു. കൂടുതൽ തവണ പിൻവലിച്ചാൽ വീണ്ടും ചാർജ്. അതുകൊണ്ട് ഒക്ടോബർ 1 മുതൽ SBIയുടെ BSBD അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ ഈ 4 ഫ്രീ വിഡ്രോവൽ എന്ന പരിധി പ്രത്യേകം ശ്രദ്ധിക്കുക. 4ന് ശേഷം ഓരോ വിഡ്രോവലിനും 15 രൂപയും കൂടാതെ GSTയും അത് അതിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. ഇതൊരു ചെറിയ തുകയായി തോന്നിയേക്കാം. പക്ഷേ ഓരോ മാസവും പലതവണ ക്യാഷ് വിഡ്രോവൽ നടത്തുന്ന ഒരാൾക്ക് വർഷം കഴിയുമ്പോൾ ഈ ചെറിയ തുക തന്നെ വലിയൊരു ചെലവായി മാറുന്നു. അവസാനമായി പറയാനുള്ളത് ഇതാണ്. നിങ്ങളുടെ സ്വന്തം പണം എടുക്കുന്നതിന് ചാർജ് വരുന്നതിന് മുൻപ് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്കെങ്കിലും അറിഞ്ഞിരിക്കണം. ഈ പുതിയ അപ്ഡേഷനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.